വാർത്തകളിലേക്ക് തിരികെ. പത്തനംതിട്ട കൊടുമണ്ണിൽ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തി കോൺഗ്രസ്. പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ പണി പുനരാരംഭിക്കുവാൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതാണിപ്പോൾ കോൺഗ്രസ് ഇടപെട്ട് തടസ്സപ്പെടുത്തുന്നതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു ചേരുകയാണ്. സുജു, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു ഇത്തരത്തിൽ റോഡ് പണി നടത്താൻ തീരുമാനിച്ചത്. അളവുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും ഉന്നയിച്ചതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. ഈ സാഹചര്യത്തിലും പിന്നീട് എന്തിനാണ് കോൺഗ്രസ് ഇത്തരത്തിൽ പ്രതിഷേധമുയർത്തുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിംഷ സൂചിപ്പിച്ച പോലെ ഇത് രണ്ടാം തവണയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ കൊടുമൺ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെടുത്തുന്നത്. ഇത്തവണ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടന്ന ചിറ്റൈഗോകുമാർ MLA അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ആവശ്യപ്രകാരം നടന്ന മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ റോഡ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കണമെന്ന തീരുമാനമുണ്ടായിരുന്നു. ഇത് അട്ടിമറിക്കുന്ന തരത്തിലാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി രംഗത്തെത്തിയത്. അവർ പറയുന്നത് ഇതിന്റെ എല്ലാം ഒരു അന്തിമ തീരുമാനത്തിന് ശേഷം മതി ഈ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ ഓടയുടെ നിർമ്മാണം എന്നാണ്. എന്തായാലും ഈ വിഷയത്തിൽ DYFI ഇടപെടുകയും ചെയ്തു. അവർ റോഡ് നിർമ്മാണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ മറ്റൊരു ഒരു അനുഭാവപൂർവ്വ പ്രകടനം നടത്തി. കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇപ്പോൾ റോഡ് നിർമ്മാണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അജിംഷാദ്. തീർച്ചയായും നേരത്തെയും ഈ അളവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുകയും കോൺഗ്രസിൻ്റെ ഓഫീസിന് മുന്നിലുള്ള അളവ് അളക്കാൻ പോലും അനുവദിക്കാതെ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കോൺഗ്രസ്. അതിനുശേഷം പിന്നെയും വീണ്ടും പ്രതിഷേധവുമായിട്ടാണ് രംഗത്ത് വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ മുമ്പ് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് റോഡിന്റെ അലൈൻമെന്റ് മാറ്റി എന്ന ആരോപണമായിരുന്നു ഉയർത്തിയത്. ഇത് രണ്ട് തരത്തിലാണ് ജോർജ് ജോസഫ് ഇത് പൊളിച്ചടക്കിയത്. ഒന്ന്, അലൈൻമെന്റിന്റെ യഥാർത്ഥത്തിൽ ആദ്യം ഘട്ടം മുതലുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ള രേഖകൾ അദ്ദേഹം പൊതുമധ്യത്തിൽ തന്നെ ട്രാൻസ്ഫോമറോ മറ്റോ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ആയത്. അതെ അങ്ങനെ ട്രാൻസ്ഫോമറിന്റെ അവിടെ എത്തുമ്പോൾ ഒരു വളവ് അവിടെ റോഡിന് ആവശ്യമാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് ജോർജ് ജോസഫ് അത് രേഖ സഹിതം പൊതുമധ്യത്തിൽ കാണിക്കുകയും ചെയ്തു. രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ ഓഫീസിന് മുമ്പിൽ 23 മീറ്റർ വീതി ഉണ്ടെന്നും മറിച്ച് ജോർജ് ജോസഫിന്റെ ഓഫീസിന് മുമ്പിൽ വീതിയില്ല എന്നുമായിരുന്നു. എന്നാൽ ജോർജ് ജോസഫ് വളർന്ന് കൃത്യമായി കാണിക്കുകയും തന്റെ ഓഫീസിന് മുമ്പിൽ വീതി ഉണ്ടെന്നും കോൺഗ്രസ് ഓഫീസിന് മുമ്പിലേക്ക് എത്തിയപ്പോൾ അത് കേവലം 15 മീറ്ററായി ചുരുങ്ങുകയും ചെയ്തു. അവകാശപ്പെട്ടത് 23 ആണെങ്കിൽ അതിലും 8 മീറ്റർ കുറവ്. അങ്ങനെ തനിക്കേറിയുള്ള ആരോപണം ഒന്നിന് പിന്നാലെ ഒന്ന്. തീർച്ചയായും വീണ്ടും വികസന സംബന്ധിയായ കാര്യങ്ങളിൽ ഉള്ള കോൺഗ്രസിൻ്റെ തടസ്സം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട പോലുള്ള ഒരു ജില്ലയിൽ ഇപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ്. അതായത് റോഡ് പണി തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിൻ്റെ നിലപാട്, അതിൻ്റെ വാർത്തകളെ സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് സുജു ടി ബാബു ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.